ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു പെയിൻറ് ചെയ്താലോ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന പെയിൻറ്റിങ്ങിൻ്റെ പേര് ഡ്രൈ ഇന്നർ എന്നാണ്. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന ബ്രഷുകൾ ഫ്ലാറ്റ് ബ്രഷും പോയിൻറ്റ് ബ്രഷുമാണ്. അതിനായി ഞാൻ ആദ്യം ഒരു ഫ്ലവറിൻ്റെ പടം വരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ മജന്ത കളർ വെച്ചാണ് ഞാൻ ഇതളുകൾ ഫില്ല് ചെയ്യുന്നത്. അതും പൂവിൻ്റെ തുമ്പിൽ നിന്ന് കട്ടിക്ക് അടിച്ചതിന് ശേഷം താഴെ വശത്തേക്ക് ഈ ബ്രഷിൽ നിന്ന് തന്നെ മൂവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു വട്ടം കളർ അടിച്ചതിന് ശേഷം പിന്നെ വീണ്ടും അത് കറുപ്പിക്കത്തില്ല. ആദ്യത്തെ വട്ടം ബ്രഷ് പെയിൻറ്റിൽ മുക്കിയിട്ട് അതുപോലെ തന്നെയാണ് അടിക്കുന്നത്. മൂവ് ചെയ്യിക്കുക മാത്രമേ ചെയ്യൂ. അത് പൂവിൻ്റെ മുട്ട മുഴുവനായിട്ടും ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കളർ കൊടുക്കുന്നത് പൂവിൻ്റെ സെൻറ്ററിലാണ്. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന കളർ ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. അത് സെൻറ്ററിൽ മുഴുവനായിട്ടും ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവിടെയുള്ളൊരു പൂമ്പാറ്റയ്ക്കാണ് കളർ കൊടുക്കുന്നത്. അതിനായി ഗോൾഡൻ യെല്ലോയും പർപ്പിളും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം കളർ കൊടുക്കാൻ പോകുന്നത് ലീഫിനാണ്. സ്പാർക്ക് ഗ്രീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ ഇലയുടെ തുമ്പത്ത് നിന്നും താഴേക്ക് മൂവ് ചെയ്യിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു വട്ടം മാത്രമേ ബ്രഷ് പെയിൻറ്റിൽ മുക്കുന്നുള്ളൂ. ബാക്കി കട്ടി കുറച്ച് പെയിൻറ്റ് താഴേക്ക് ആക്കി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം പൂവിൻ്റെ തണ്ടിനാണ് കളർ കൊടുക്കുന്നത്. അത് ബ്ലാക്ക് കളറിട്ടാണ് കൊടുക്കുന്നത്. ഇത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ പോകുന്നത്. തണ്ട് നല്ലപോലെ കൊടുത്തതിന് ശേഷം നമ്മുടെ പോയിന്റ് ബ്രഷ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ വരയ്ക്കാൻ തുടങ്ങാം. എല്ലാ ഇടവും നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ കവർ ചെയ്ത് തന്നെ വരയ്ക്കണം. എല്ലാ ഇതളുകൾക്കും ഔട്ട്ലൈൻ വരയ്ക്കണം. ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം നമ്മുടെ പടം കംപ്ലീറ്റ് ആവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി കമൻറ്റ് ചെയ്യുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നതായിരിക്കും. എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.